എല്ലാത്തരം ബാഗുകളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻ, അതും 1 ഇയർ വാറണ്ടിയോടെ. കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു. ഓർഡറുകൾ സ്വീകരിക്കുന്നു. എല്ലാത്തരം ബാഗുകളും റിപ്പയർ ചെയ്യുന്നു. ലെവിൻസ് ബാഗ്സ്, ബസ് സ്റ്റാൻഡ്, കരുളായി. നിലമ്പൂരിൽ UDF ഒറ്റക്കെട്ടെന്നും ബാക്കി നോക്കാമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിലമ്പൂരിൽ UDF നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഇന്ധനമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. നിലമ്പൂരിൽ മഹാവിജയത്തിന് തുടക്കം കുറിക്കുകയാണ്. LDF ചിന്തിക്കുന്നത് എങ്ങനെ UDF ഭൂരിപക്ഷം കുറയ്ക്കാമെന്നാണ്. മണ്ഡലം ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷം ഇത്തവണ നേടും. UDFിലും പ്രശ്നങ്ങളുണ്ടെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് മണിക്കൂറുകൾക്കകം UDF ഏകകണ്ഠമായാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. പരമ്പരാഗതമായി LDFന് കിട്ടുന്ന വോട്ടുകൾ പോലും ഇത്തവണ UDFന് കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി UDFന്റെ പ്രവർത്തനവുമായി അദ്ദേഹം സഹകരിച്ചിട്ടുള്ളോ വേണ്ടയോ അദ്ദേഹം എടുക്കുന്ന വ്യക്തിപരമായ തീരുമാനം. ഞാൻ പറയട്ടെ, അദ്ദേഹം എടുക്കേണ്ട വ്യക്തിപരമായ തീരുമാനമാണ്. ആ തീരുമാനം അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞതല്ലല്ലോ, അദ്ദേഹം ഞങ്ങളോടല്ലല്ലോ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോടല്ല പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളോടല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത്, നിങ്ങൾ എത്ര ചുഴിഞ്ഞു ചോദിച്ചാലും ഒരു വാക്ക്, നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും ഞാൻ ഈ പറഞ്ഞതിൻ്റെ അപ്പുറമില്ല. ഞാൻ പറഞ്ഞതിൽ വ്യക്തതയുണ്ടല്ലോ. ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി പൂർണ്ണമായി സഹകരിച്ച് പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹം ആ തീരുമാനം എടുത്ത് ആ തീരുമാനം പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ UDFന്റെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു. യോഗത്തിൽ UDF മണ്ഡലം ചെയർമാൻ CH ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, വൈസ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ, PB അബ്ദുൽ വഹാബ് MP, സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.